ഒന്നും ചെയ്യാണ്ടിരിക്കുക, എന്നിട്ട് അതിന് പൈസ കിട്ടുക. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരാളുണ്ട് ജപ്പാനിൽ. ഷോജി മോറിമോട്ടോ എന്നാണ് ആളുടെ പേര്. 38 വയസ്സേ ഉള്ളൂ. ഇദ്ദേഹം ഒരു പബ്ലിഷിംഗ് ഹൗസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴും മേലധികാരികളുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നതിനായിട്ട്. അപ്പോൾ പുള്ളി സ്വയം അങ്ങ് ആലോചിക്കാൻ തുടങ്ങി, ഈ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന തൻ്റെ കഴിവിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന്. അപ്പോൾ അന്നത്തെ ട്വിറ്ററിൽ പോസ്റ്റ് ഇടുന്നു, ആർക്കെങ്കിലും ചുമ്മാ കൂടെ ഇരിക്കാൻ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സമയം ഞാൻ റെൻ്റ് ഔട്ട് ചെയ്യാൻ റെഡിയാന്ന്. ആൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും റെസ്പോൺസാണ് വന്നത്. പറഞ്ഞ് ഇപ്പോൾ ട്വിറ്ററിൽ ഏകദേശം 250,000 ഫോളോവേഴ്സ് ഉണ്ട്. നോക്കിയാൽ അറിയാം, ഷോജി മോറിമോട്ടോ എന്നാണ് പേര്. എനിക്ക് ഇൻസ്റ്റയിലുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും സമയത്തിനുള്ളിൽ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ആയിരുന്നു എന്ന്. ഇപ്പോൾ ആയപ്പോഴത്തേക്ക് ഏകദേശം 4,000-ലധികം ക്ലയൻറ്റ്സ് ഇദ്ദേഹത്തിനെ വെറുതെ ഇരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് $71 ആണ്. ഇന്ത്യൻ മണി പറഞ്ഞാൽ ഏകദേശം 5,000 രൂപയാണ് ചുമ്മാ ഇരിക്കുന്നതിന് ഇദ്ദേഹം മേടിക്കുന്നത്. ചുമ്മാ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് അത് ആ ഒരു പാഷൻ എങ്ങനെ പൈസയിലോട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു ക്ലയൻറ്റ് 271 പ്രാവശ്യത്തിലധികം ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ചുമ്മാ ചായ കുടിക്കാനിരിക്കും, പുള്ളി അധികം സംസാരിക്കുകയൊന്നുമില്ല, ഒരു കമ്പാനിയൻഷിപ്പാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീക്ക് സാരി ഉടുത്തിട്ട് ഇന്ത്യൻ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് റോഡിൽ കൂടെ നടക്കുമ്പോൾ ഒറ്റയ്ക്ക് നടക്കാനൊരു ചമ്മൽ, അപ്പോൾ കൂട്ടിന് ഇദ്ദേഹത്തെ വിളിക്കുന്നു. അങ്ങനെ പല അതുപോലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് നിന്നൊന്ന് വേവ് ചെയ്യാനായിട്ട്, ഒരാൾ പോകുമ്പോൾ യാത്ര പറയാനായിട്ട് നീ അവിടെ നിന്നൊന്ന് വേവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആളുകൾ ഇതുപോലെ ഒരാളെ കൂടെ ഇരിക്കാൻ വിളിക്കാൻ, കാശ് കൊടുത്ത് ആൾ കൂടെ ഇരിക്കാൻ വിളിക്കാനുണ്ട് എന്നുള്ളത് നമുക്കൊരു തിരിച്ചറിവ് തന്നെയാണ്. മാത്രമല്ല പാഷൻ എങ്ങനെ ഒരു ഇൻകമായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതിന്, നമ്മളിപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പം ഇവിടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ തന്നെ എങ്ങനെ ചുമ്മാ ഇരുന്നുകൊണ്ട് കാശുണ്ടാക്കാമെന്ന് കാണിച്ചു തരികയാണ് ഇദ്ദേഹം. ഇപ്പോൾ പറഞ്ഞ് ഇപ്പോൾ ആൾക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ലാതായി, ഫുൾ ടൈം ആൾക്കാർ വെറുതെ ഇരിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുക എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും നാളെ മറ്റൊരു വിഷയമായിട്ട് കാണാം. ലെറ്റ്സ് കട്ട്.